അതായത് 12 മാസം ഒരു സ്ത്രീക്ക് പീരിയഡ് ഉണ്ടായില്ല. ആ 12ാമത്തെ മാസത്തിൽ നമ്മളൊരു കേക്ക് കട്ടിയാണ്. ഹായ് മെനോപോസ്. പ്രസവം ഒരു മൊമെന്റ് അല്ലേ, ഒരു സംഭവമാണ്. പെൺകുട്ടികൾ 16 വയസ്സിലാണ് മെച്ചോർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അത് 13 വയസ്സായി. ഇപ്പോ 8-10 വയസ്സാണ്. വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ദ ലേഡി ഓഫ് ദ ഹോം. മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ഗംഗ അവസാനം പറയുന്നുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? ഞാനൊരു എഴുത്തുകാരിയായിട്ട് വന്നിരുന്നപ്പോഴാണ് എന്നോട് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്റർവ്യൂറിന്റെ കയ്യിൽ തന്നെ പെർമിഷൻ കിട്ടിയത്. മെനോപോസ് എന്ന് പറയുന്നത് ഇസ് ആൻ ആനിവേഴ്സറി ഓഫ് 1 year ഓഫ് നോട്ട് ഹാവിങ് എ പീരിയഡ്. അതായത് 12 മാസം ഒരു സ്ത്രീക്ക് പീരിയഡ് ഉണ്ടായില്ല. ആ 12ാമത്തെ മാസത്തിൽ നമ്മളൊരു കേക്ക് കട്ടിയാണ്. ഹായ് മെനോപോസ്. അത് ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ. Once it has completely stopped, 1 year of not having a period is technically called menopause. It is just that. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങൾ പോസ്റ്റ് മെനോപോസലാണ്. എന്നുവെച്ചാൽ പ്രസവം എന്ന് പറഞ്ഞ പോലെ, പ്രസവം ഒരു മൊമെന്റ് അല്ലേ, ഒരു സംഭവമാണ്. അതേപോലെ ഒരു സംഭവമാണ്, ഒരു വർഷമായിട്ട് പീരിയഡ് ഇല്ല. അപ്പൊ ആ ലേഡിക്ക് മെനോപോസ് ആണ്. അന്ന് മുതൽ ബേസിക്കലി ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം. ദർ ഇസ് പ്രീ മെനോപോസ് വിച്ച് ഇസ് 10 to 15 years long. ഇറ്റ് ഇസ് ലൈക്ക് അഡോളസൻസ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ വാക്ക് ഇട്ടത്, ഒരു പേര്, ഓമന പേര് വിമനസെൻസ്. ആണുങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇട്ട പേരാണ്. സ്ത്രീകൾക്ക് ഇത് അനുഭവിക്കുന്നതുകൊണ്ട് ഓൾറെഡി അറിയാം. പക്ഷെ പുരുഷന്മാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ടീനേജിൽ ഉണ്ടായ ഒരു 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം പോലെ തന്നെ സ്ത്രീകളിൽ ഒരു 10 വർഷമായിട്ട് ഗ്രാജുവലി ഉണ്ടാവുന്ന ഒരു മാറ്റം, പ്രീ മെനോപോസ് ഓർ പെരിമെനോപോസ്. സെയിം മെനോപോസ്. ഒരൊറ്റ വര, ഒരു ദിവസം 12 മാസമായി ഒരു പീരിയഡ് ഉണ്ടായിട്ടില്ല ആ ലേഡിക്ക്. അത് ഏത് പ്രായത്തിലും ആയിരിക്കാം. ചില സ്ത്രീകൾക്ക് 43-ഓ 45-ലോ ആയിരിക്കാം. ഇന്നത്തെ കാലത്ത് അത് ഇനിയും ഏർലി ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ മുമ്പ് പറയുന്ന പോലെ പെൺകുട്ടികൾ 16 വയസ്സിലാണ് മെച്ചോർ ആവുന്നുണ്ടായിരുന്നത്. പിന്നെ അത് 13 വയസ്സായി. ഇപ്പോ 8-10 വയസ്സാണ്. അതേപോലെ അത് മുന്നോട്ട് നീങ്ങിയ പോലെ തന്നെ മെനോപോസും ഇങ്ങോട്ട് വരുന്നു, അതിനനുസരിച്ച് രണ്ടും നീങ്ങുകയാണ്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത്? 35 ഓൺവേർഡ്സ് എനിവൺ ക്യാൻ ഹാവ് ദീസ് സിംറ്റംസ്. അത് ഓരോരുത്തരുടെ ബയോളജിയും അവരുടെ ജെനറ്റിക്സും അവരുടെ ലൈഫ് സ്റ്റൈലും ബേസ്ഡ് ആണ്. കൂടുതലും ലൈഫ് സ്റ്റൈലാണ് കാരണം. വളരെ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം. അതാണ് 3 മെയിൻ പില്ലേഴ്സ് ഒരാളുടെ ഹെൽത്തിന്റെ. അപ്പൊ ഇത് 3ഉം ബേസ് ചെയ്തിരിക്കും ഈ സിംറ്റംസ്. അത് ഇനി മെനോപോസ് എന്ന് പറഞ്ഞ ഒരു ദിവസമാണ്. ഒരു ദിവസം നമ്മൾ പറയുന്നു, ഇപ്പൊ 12 മാസമായി വിതൗട്ട് എ പീരിയഡ്, അപ്പൊ ഡൺ. നാളെ മുതൽ എന്താ? പോസ്റ്റ് മെനോപോസ് ആണ്. അപ്പൊ ഇതാണ് മെനോപോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഈ മെനോപോസ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷമാണ്. ആ 5-6 വർഷമല്ല, 10-15 വർഷമാണ്. അതിന്റെ പേരാണ് പെരിമെനോപോസ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇടയിൽ കയറി പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നോട് മെനോപോസ് തുടക്കത്തിൽ, ഈ ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ മെനോപോസ് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ അല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് പെരിമെനോപോസ്. സോ ദിസ് ഇസ് ദ ക്ലാരിറ്റി വി നീഡ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് പുരുഷന്മാർക്കും ഇത് ക്ലിയർ ആയിട്ട് അറിയണം. ഇത് എത്ര സ്ത്രീകൾക്ക് അറിയില്ല എന്നറിയോ? എത്രയോ സ്ത്രീകൾക്ക് ഇതേ സംശയമുണ്ട്, അവർക്ക് അറിയില്ല. നമ്മളിപ്പം, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്നത്, നമ്മൾ ഏകദേശം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏകദേശം 20-24 വർഷമാകും. ഈവൻ ഈ പീരീഡ്സ് സ്ത്രീകൾക്ക് നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ കൂടെയോ നമ്മുടെ വീട്ടിലെ പെങ്ങൾക്കോ ഇത് പീരീഡ്സ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. പണ്ടിതൊന്നും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഇതാരും അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവര് നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കാം സത്യം എന്നാ ഞാൻ പറഞ്ഞു. ആയിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ചില വളരെ ആരോഗ്യപൂർവ്വം ജീവിച്ച സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇത് വലിയൊരു സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് അത്ര ഇൻഡിവിജ്വൽ ആണ്. ഓരോ സ്ത്രീക്കേ അറിയുള്ളൂ അവരുടെ ബോഡിയിൽ. ഓരോരുത്തരുടെ പ്രസവം ഡിഫറെന്റ് അല്ലേ. ചിലവര് പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം വരെ യോഗ ചെയ്യുന്നു. ചിലവര് എല്ലാ ഫുൾ 6 months ഒക്കെ കാലും മുകളിലേക്ക് കെട്ടി വെക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ പിന്നെ ഉള്ളവരുണ്ട്. അപ്പൊ ഇത് അത്രയും മൈന്യൂട്ട്ലി യുണീക്ക് ആണ്. നമുക്കിത് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഇത്ര ചർച്ച ചെയ്യുന്ന എന്തിനാണ്? ഈ മിഡ് ലൈഫിൽ ഒരു ക്രൈസിസ് എന്ന് നമ്മൾ പറയും, മിഡ് ലൈഫ് ക്രൈസിസ്. അതിന്റെ ആ മിഡ് ലൈഫ് ക്രൈസിസിലെ ഒരു മേജർ ഫാക്ടറാണ് ഇത്, ബയോ കെമിക്കൽ ചേഞ്ചസ് ഇൻ ദ ഫീമെയിൽ ബോഡി. അത് കാരണം ഉണ്ടാവുന്ന ന്യൂറോ കെമിക്കൽ ചേഞ്ചസ്, അത് കാരണം ഉണ്ടാവുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ. ആ സ്വഭാവ വ്യത്യാസങ്ങളെ ഡ്രാമ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്കിതിങ്ങനെ ഒരു ബയോ കെമിക്കൽ സിറ്റുവേഷൻ കാരണം ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ ഈ പീരീഡിൽ ഒരു പക്ഷേ ഈ മിഡ് ലൈഫ് ക്രൈസിസിൽ ഫിനാൻഷ്യൽ ക്രൈസിസും ജോബ് ക്രൈസിസും എല്ലാം പുരുഷന്മാർക്ക് വരും. അപ്പൊ ഈ പുരുഷന്മാർ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ഇറിറ്റബിൾ ആവും, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. ബിക്കോസ് ബേസിക്കലി
ഇപ്പോ ബെഡിൽ അപ്പുറത്ത് കിടക്കുന്ന ആൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഇപ്പുറത്ത് കിടക്കുന്ന ആൾക്കും പതുക്കെ അത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ഈ ഉറങ്ങാത്ത ആള് വീട്ടിൽ ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ വീട്ടിലെല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഈ പുരുഷൻ പലപ്പോഴും എവിടെയാ ഫൈൻഡ് ചെയ്യുന്നത്, പുള്ളി കിടക്കുന്നത്, അതായത് പെട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ, ഇപ്പുറത്തൊരു പെരിമെനോപോസൽ വൈഫ്, ഇറിറ്റബിൾ മൂഡ് സ്വിങ്സ്, ദേഷ്യം എല്ലാം ഇയാൾ കാരണമാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പുറത്ത് ടീനേജ് കുട്ടികൾ അവരും ഈ പറഞ്ഞ പോലെ ടെമ്പർ ടാൻട്രംസ്, ഡോർ വലിച്ചടയ്ക്കുന്നു, ആകെ കെയോസ്. ഇയാൾക്ക് ഇത് രണ്ടും മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും ഇയാളുടെ ഓഫീസിലെ പ്രശ്നങ്ങളും അല്ലല്ല, ഇയാൾ ഇവിടത്തെ ഈ പ്രോബ്ലംസ് നേരെ പോയിട്ട് അയാളുടെ ഓഫീസിൽ പോയിട്ട് ഈ ടെൻഷൻ അങ്ങ് ഇറക്കും, 4 പേരെ ഫയർ ചെയ്തിട്ട് അവർ ഈ പ്രോബ്ലംസ് അടുത്ത ലെവലിലേക്ക് അവർ കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ദ വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ദ ലേഡി ഓഫ് ദ ഹോം. സത്യമാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ബിക്കോസ് ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞ് ചിരിക്കാൻ പറ്റും. ഈ സ്ത്രീകൾക്കും അവരുടെ സപ്ലിമെന്റേഷനും അവരുടെ ലൈഫ് സ്റ്റൈലും കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവരും ചിരിക്കും. അവർ പറയും, ഷോ എന്തായിരുന്നു അല്ലെ. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നറിയോ? മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ഗംഗ അവസാനം പറയുന്നുണ്ടല്ലോ, എന്താ സംഭവിച്ചത്, ഞാൻ എന്തൊക്കെയാ കാണിച്ചത്, ഞാൻ എന്താ പറഞ്ഞത്, ഓർമ്മയില്ല. ബിക്കോസ് ആ സമയത്ത് നിങ്ങളല്ല, നിങ്ങളുടെ ബോഡി ഹൈജാക്ട് ആണ് ബൈ എ ഹോർമോണൽ ഹൈജാക്കിംഗ്. അതിനെ നമുക്ക് സപ്ലിമെന്റ് ചെയ്ത് ഫങ്ഷണൽ മെഡിസിൻ വഴി സിമ്പിൾ ആയിട്ട് കറക്റ്റ് ചെയ്യാം. ഓ മൈ ഗോഡ്, ഇത് ഒരു നമുക്ക് നാഗവല്ലിയിൽ നിന്നും ഗംഗയിലോട്ട് തിരിച്ചു വരാം. ഈ അടുത്ത കാലത്ത് വരെ ഇതിനൊന്നും റെമഡീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡെക്കേഡ് ഓർ സോ ആയിട്ടുള്ളൂ ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ട്. കുറച്ച് ഡോക്ടേഴ്സ് എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഇവിടെ കൊച്ചിയിൽ വെണ്ണലയിൽ ഒരു ക്ലിനിക്ക് ഉണ്ട് എന്റെ അറിവില്. വേറെ എന്റെ അറിവില് 1-2 ഉണ്ടാവും. വളരെ കുറവാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട് നമുക്കറിയാം, 1000-കണക്കിന്. പക്ഷെ ഫങ്ഷണൽ മെഡിസിൻ ക്ലിനിക്സ് മേ ബി 10 മാക്സിമം അല്ലേ ഒരു സിറ്റിയിലുള്ളത്. അതും ഇത്രയും വലിയൊരു സിറ്റി ആയതുകൊണ്ട്. നമ്മൾ കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളിലേക്ക് പോയത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ ആരും. അപ്പൊ ഇതൊക്കെ വളരെ ന്യൂ കട്ടിംഗ് എഡ്ജ് ചേഞ്ചസ് ഇൻ സയൻസ് ആണ്. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ലെന ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് പഠിച്ചു വളർന്നു വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു സ്ത്രീയാണ്. അതെ, ഒരു പക്ഷേ അങ്ങനെ വളർന്നു വന്നുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് തുറന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ കഴിയും. അല്ല, അത് കാരണമല്ല. എൻ്റെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ ക്രിയേറ്റിംഗ് അവയർനെസ് ഇൻ ദ വേൾഡ് ആണ്. അതെനിക്ക് മനസ്സിലായത് വളരെ അടുത്താണ്. എൻ്റെ ആദ്യത്തെ പുസ്തകം ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എഴുതി അത് പബ്ലിഷ് ആയതിനു ശേഷമാണ് എനിക്ക് തന്നെ ഈ തിരിച്ചറിവ് വരുന്നത്. ബിക്കോസ് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. അതുവരെ എന്നെ ആൾക്കാർ എങ്ങനെയാണോ കണ്ടിരുന്നത്, ഇനി ഒരിക്കലും അവർക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു. ബിക്കോസ് അതുവരെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യുകയോ ഇങ്ങനെ ചിന്തിക്കുകയോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരാളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ 25 വർഷം അതിനു മുമ്പ് സിനിമയിലുണ്ട്. പല ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സിനും മാഗസീൻസിനും എല്ലാത്തിനും. അതിലെന്താ നമ്മൾ സംസാരിക്കുക? സിനിമ, സൗന്ദര്യം എങ്ങനെ നിലനിർത്തുന്നു, നിങ്ങളുടെ എക്സസൈസ് റൂട്ടീൻസ് എന്താണ്, മാക്സിമം ഇത്രയൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്, അല്ലെ, എങ്ങനെ ഡ്രസ് ചെയ്യാനാണ് ഇഷ്ടം, ഇതൊക്കെയാണ് ജനറലി എപ്പോഴും വരുന്ന ചോദ്യങ്ങൾ. അല്ലെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെ വന്നു, അല്ലെ? ഇത് തന്നെ 25 അതെ ഇങ്ങനെ ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മളൊരു സിനിമാ നടിയായിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊരു എഴുത്തുകാരിയായിട്ട് വന്നിരുന്നപ്പോഴാണ് എന്നോട് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്റർവ്യൂറിന്റെ കയ്യിൽ തന്നെ പെർമിഷൻ കിട്ടിയത്. എന്താ ഈ പുസ്തകത്തിൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് സെൽഫ് റിയലൈസേഷൻ. അല്ലെ, അതാണ് ആദ്യം ഉണ്ടായത്. എല്ലാവരും ഞെട്ടി, അയ്യോ ഞങ്ങളുടെ ലെന ചേച്ചി ഇങ്ങനെയല്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ളതായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ. ട്രോളുകളും ബഹളവും ചർച്ചകളും ന്യൂസിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ പുതിയ ഐഡന്റിറ്റി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്നാൽ ഇതൊരു പുതിയ ഐഡന്റിറ്റി അല്ല, ഇതാണ് ഞാൻ.